ഓം ശാന്തി. ഞാൻ ഒരു ചൈതന്യ ശക്തി ആത്മാവാണ്. ഞാൻ ആത്മാ അജർ അമർ അവിനാശിയാണ്. എൻ്റെ അനാദിയും ആദി സ്വരൂപവും പരമപവിത്രമാണ്. ഞാൻ എൻ്റെ യഥാർത്ഥ വീടായ പരമധാമത്തിൽ നിന്നും 84 ജന്മങ്ങളുടെ പാർട്ടഭിനയിക്കാനായി ഈ ഭൂമിയിൽ അവതരിച്ചിരിക്കുകയാണ്. ഭിന്ന ഭിന്ന നാമരൂപത്തിലും ശരീരം ധരിച്ച് ധാരണ ചെയ്ത് പാർട്ടഭിനയിക്കുന്നു. എൻ്റെ ആദിയിലെ 21 ജന്മങ്ങളിൽ ഞാൻ സുഖിയായിരുന്നു. എൻ്റെ സംസ്കാരം പ്രേമം, സുഖം, പവിത്രതയാൽ സമ്പന്നമായിരുന്നു. മധ്യകാലത്തിൽ എൻ്റെ ആദ്യ സംസ്കാരത്തിൽ മായയുടെ നിഴൽ വീണപ്പോൾ എൻ്റെ യഥാർത്ഥ തിളക്കം നഷ്ടമായി. ഞാൻ വികാരങ്ങളുടെ കണക്ക് പുസ്തകമുണ്ടാക്കി. കലിയുഗം അവസാനമായപ്പോൾ എൻ്റെ സംസ്കാരം പൂർണ്ണമായും മലിനമായി. ഇപ്പോൾ പരംപിത പരമാത്മ ശിവബാബ വന്നിരിക്കുന്നു. എന്നെ സത്യഗീത കേൾപ്പിച്ച് എൻ്റെ പഴയ സംസ്കാരങ്ങളെ ദേവീ സംസ്കാരമാക്കി പരിവർത്തനപ്പെടുത്തി ദിവ്യ ഗുണങ്ങളുടെ സ്വരൂപമാക്കി കൂടെ കൊണ്ടുപോകുന്നു. സാക്ഷാൽ മഹാജ്യോതി ശിവ പരമാത്മാ എൻ്റെ മുന്നിലുണ്ട്. സർവശക്തികളുടെയും കിരണങ്ങൾ ഞാൻ ആത്മാവിലേക്ക് വർഷിച്ചു കൊണ്ടിരിക്കുന്നു. എൻ്റെ മനസ്സും ബുദ്ധിയും സംസ്കാരങ്ങളും ശുദ്ധീകരിക്കപ്പെടുന്നു. ഞാൻ വീണ്ടും സ്വച്ഛവും ശുദ്ധവും പവിത്രവുമാകുന്നു. ബാബ ഇപ്പോൾ എൻ്റെ വിളി കേൾക്കുന്നു. അച്ഛൻ എന്നെ ദുഃഖത്തിൽ നിന്നും സുഖത്തിലേക്ക് കൊണ്ടുപോവുകയാണ്. തിരിച്ചു വീട്ടിലേക്ക് പോകണം. ഇപ്പോൾ അന്തിമ വിനാശത്തിന്റെ ദൃശ്യം മുന്നിലുണ്ട്. ആ സമയത്ത് സ്ഥിതി ഏകരസമായിരിക്കാൻ ഞാൻ യോഗയുക്തനായി മാറുന്നു. ശ്രീമതത്തിലൂടെ നടന്ന് യോഗിയായി ഞാൻ ഈ പഴയ ശരീരം ഉപേക്ഷിച്ച് മധുരമായ വീട്ടിലേക്ക് പോകും. ആത്മീയ അച്ഛൻ ആത്മീയ കുട്ടികളോട്
സംഭാഷണം ചെയ്യുന്നു. ചെറിയവരുടെയും മുതിർന്നവരുടെയും ഇപ്പോൾ വാനപ്രസ്ഥ അവസ്ഥയാണ്. ബാബയെ ദുഃഖഹർത്ത സുഖകർത്താവെന്ന് പാടുന്നു. അതിനാൽ തീർച്ചയായും തമോപ്രധാനത്തിൽ നിന്ന് തമോപ്രധാന ശരീരത്തിൽ വരേണ്ടി വന്നു. സതോപ്രധാന ലോകത്തിൽ ആത്മബാബയെ ഓർമ്മിക്കുന്നില്ല. ഡ്രാമ അനുസരിച്ച് ബാബ എല്ലാവരെയും സുഖിയാക്കി മാറ്റുന്നു. ഞാനിപ്പോൾ രചയിതാവിനെയും രചനയുടെ ആദി മധ്യ അന്ത്യത്തെയും അറിയുന്നു. അച്ഛനെ അറിയാത്തതു കാരണം മനുഷ്യർ കല്ലുബുദ്ധികളായിത്തീരുന്നു. ദേവി ദേവതാ ധർമ്മം പ്രായലോപമായിരിക്കുന്നു. ശിവബാബ അനുസരണയുള്ള സേവകനാണ്. 5000 വർഷങ്ങൾക്കു ശേഷം ഓരോ കൽപ്പത്തിലും ബാബ പുരുഷോത്തമ സംഗമയുഗത്തിൽ വരും. കുട്ടികളുടെ സേവനം ചെയ്യും. കലിയുഗം മുള്ളുകളുടെ കാടാണ്. സത്യയുഗം പൂക്കളുടെ പൂന്തോട്ടമാണ്. അവിടെ ഞാൻ സദാ ആരോഗ്യവാനും സമ്പത്തിവാനുമായി മാറുന്നു. അരകൽപ്പം സുഖം, പിന്നീട് അരകൽപ്പം ദുഃഖം. ഈ ചക്രം കറങ്ങിക്കൊണ്ടേയിരിക്കുന്നു. ഇതിന് അവസാനമില്ല. അച്ഛൻ വന്ന് എല്ലാവരെയും സുഖധാമത്തിലേക്കും ശാന്തിധാമത്തിലേക്കും കൊണ്ടുപോകുന്നു. മുഖ്യ കാര്യം എനിക്ക് പൂർണ്ണ പുരുഷാർത്ഥം ചെയ്ത് വിശ്വത്തിൻ്റെ അധികാരിയായി മാറണം. ഞാൻ അരകൽപ്പം അച്ഛനെ ഓർമ്മിച്ചു. ഇപ്പോൾ ബാബ വന്നിരിക്കുകയാണ്. എൻ്റെ ആഗ്രഹം പൂർത്തീകരിക്കുകയാണ്. ഞാൻ വീണ്ടും പുതിയ സംബന്ധത്തിലേക്ക് പോകും. ആത്മാവ് അവിനാശിയാണ്. എല്ലാ ആത്മാക്കളും തിരിച്ചു പോകും. ബാക്കി ശരീരം എല്ലാവരുടെയും അവസാനിക്കും. അതിനാൽ ഹോളി ആഘോഷിക്കുന്നു. അവിടെ ജ്ഞാനവും ഉണ്ടാകില്ല, ശാസ്ത്രങ്ങളും ഉണ്ടാകില്ല. എല്ലാം അവസാനിക്കും. ആരാണോ യോഗയുക്തരായിട്ടുള്ളത്, ശ്രീമതമനുസരിച്ച് നടക്കുന്നത്, അവർ എല്ലാം കാണുന്നു. യോഗയുക്തരായിരിക്കുന്നവർക്ക്
ആനന്ദത്തിലിരിക്കാൻ കഴിയുന്നു. ഇതെല്ലാം ഉണ്ടായതും ഉണ്ടാക്കപ്പെട്ടതുമായ ഡ്രാമയാണ്. ആത്മാവ് അവിനാശിയാണ്, ചെറുതും വലുതുമാകുന്നില്ല. മുഴുവൻ ശരീരവും ഇവിടെ വിനാശമാകും. ബാക്കി ആത്മാക്കളെല്ലാം മധുരമായ വീട്ടിലേക്ക് പോകും. അച്ഛൻ കൽപ്പകൽപ്പം സംഗമയുഗത്തിൽ വരുന്നു. ഞാൻ ഈ സംഗമത്തിൽ ഉയർന്നതിലും ഉയർന്നതായി മാറുന്നു. അച്ഛനെ ഓർമ്മിച്ച് ആത്മാവിൽ കറയില്ലാതാക്കുന്നു. ഗൃഹസ്ഥ വ്യവഹാരത്തിലിരുന്നു കൊണ്ട് കമല പുഷ്പസമാനം പവിത്രമായിരിക്കുന്നു. മായ മുഖത്തടിച്ച് ഒരുപാട് പേരെ വീഴ്ത്തുന്നു. ദശകൾ മാറിക്കൊണ്ടിരിക്കുന്നു. അതിനാൽ ബ്രാഹ്മണരുടെ മാലയുണ്ടാക്കാൻ സാധ്യമല്ല. ഞാൻ ദേഹസഹിതം ദേഹത്തിൻ്റെ മുഴുവൻ സംബന്ധത്തെയും മറന്ന് ഒരു ബാബയെ മാത്രം ഓർമ്മിക്കുന്നു. ഞാൻ മുക്തിയിലേക്ക് പോയി പിന്നെ ജീവൻ മുക്തിയിലേക്ക് വരും. ഇത് വിശ്വനാടകമാണ്. ബുദ്ധിയിൽ മുകളിൽ നിന്നും താഴെ വരെ ചക്രം കറങ്ങിക്കൊണ്ടിരിക്കുന്നു. ഞാൻ വഴി കാണിച്ചു കൊടുക്കുന്ന പ്രകാശസ്തംഭമായി മാറുന്നു. ഓർമ്മയിലൂടെ ഞാൻ തമോ പ്രധാനത്തിൽ നിന്നും സതോ പ്രധാനമായി തീരും. ബാബയെ ഓർമ്മിച്ച് എല്ലാ പാപങ്ങളും ഇല്ലാതാകുന്നു. ബുദ്ധിയെ പരിധിയിൽ നിന്നുള്ളതിൽ നിന്നും മാറ്റി പരിധിയില്ലാത്തതിലേക്ക് വെക്കുന്നു. ഈ വാനപ്രസ്ഥാവസ്ഥയിൽ സതോ പ്രധാനമാകാനുള്ള പുരുഷാർത്ഥം ചെയ്യുകയാണ്. ബാബയുടെ വരദാനം ഞാൻ ഹൃദയത്തിൽ വഹിക്കുന്നു. സംബന്ധ സമ്പർക്കത്തിൽ വരുമ്പോൾ ഡയമണ്ടുകളെ നോക്കുന്ന പരിശുദ്ധ ഡയമണ്ടായി ഭവിക്കൂ. അമൃതവേള മുതൽ രാത്രി വരെ എത്ര പേർ സംബന്ധ സമ്പർക്കത്തിൽ വന്നാലും ഡയമണ്ടുകളെ കാണുന്നു. വിഘ്നങ്ങളുടെ പ്രഭാവത്തിൽ വരാത്ത വിധം ശക്തിശാലികളാകുന്നു. മനസ്സിനെയും ബുദ്ധിയെയും സദാ മന്മഥത്തിൽ നിന്നും മുക്തമാക്കി വെക്കുന്നവര് തന്നെയാണ് ആജ്ഞാകാരികൾ. ബാബ ആത്മീയ ഡ്രിൽ ചെയ്യിപ്പിക്കുന്നു. ഞാൻ അന്തർമുഖതയുടെ ഗുഹയിലിരുന്ന് സൈലൻസിന്റെ ശക്തിയിലൂടെ ശാന്തിയുടെ ആഴത്തിലുള്ള അനുഭവം ചെയ്യുന്നു.
ഈ അനുഭൂതിയിലൂടെ ഞാൻ ഡബിളായിട്ട് ഫരിസ്തയാകുന്നു. ഓം ശാന്തി.